ഗാന്ധിയനും പ്രഭാഷകനുമായിരുന്ന ഇടമറ്റ രത്നപ്പൻ അനുസ്മരണ സമ്മേളനം കീഴതടി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. പാലാ സഹൃദയ സമിതിയും സഫല 55+ സംയുക്തമായി സംഘടിപ്പിച്ച സമ്മേളനം MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലിയിലും എഴുത്തിലും പ്രഭാഷണത്തിലും ലാളിത്യം പുലർത്തിയ കറയറ്റ ഗാന്ധിയനായിരുന്നു ഇടമറ്റ രത്നപ്പൻ എന്ന് ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ പറഞ്ഞു. പാലായുടെ ഒരു രത്നമായിരുന്ന, ഇടമറ്റത്തിൻ്റെ മാത്രം രത്നം അല്ല, കേരളത്തിൻ്റെ തന്നെ രത്നമായിരുന്ന സാറിനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ അനുസ്മരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 40 വർഷത്തിലേറെയായി വ്യക്തിപരമായി വളരെയേറെ സൗഹൃദം ഇടമറ്റം രത്നപ്പൻ സാറുമായി ഉണ്ടായിരുന്നു. അത് പലപ്പോഴും പ്രസംഗവേദികളിലാണ് ഞങ്ങൾ പലപ്പോഴും കണ്ടുമുട്ടിയിരുന്നത്. ഒന്നെങ്കിൽ പ്രസംഗവേദികളിൽ, അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന കുട്ടികൾക്ക് മാർക്കിടുന്ന ജഡ്ജസിൻ്റെ ടേബിളിൽ, എത്രയോ വേദികളിൽ, നമ്മുടെ രൂപതയുമായി ബന്ധപ്പെട്ടുള്ള മത്സരങ്ങളിൽ പോലും, വിഷൻ ലീഗ് മത്സരങ്ങൾ ഉൾപ്പെടെ. സാമൂഹ്യ പ്രതിബദ്ധതയും ചിന്തയിരട്ടും മിനുക്കിയ വാചക ശൈലിയുമാണ് ഇടമറ്റം രത്നപ്പന്റെ രചനകളുടെ പ്രത്യേകത. യോഗത്തിൽ സഫലം സെക്രട്ടറി VM അബ്ദുള്ള ഖാൻ അധ്യക്ഷനായിരുന്നു. ഇടമറ്റം രത്നപ്പന്റെ സമ്പൂർണ്ണ കൃതികൾ 2ാം ഭാഗം കഥാകൃത്ത് ഉണ്ണികൃഷ്ണൻ കിടങ്ങൂർ പ്രകാശനം ചെയ്തു. തൊടുപുഴ ജില്ലാ ജഡ്ജി ജോഷി ജോൺ ചാവലിൽ പുസ്തകം ഏറ്റുവാങ്ങി. സഹൃദയ സമിതി ഉപാധ്യക്ഷൻ ജോസ് മംഗലശ്ശേരി പുസ്തക സമർപ്പണം നടത്തി. അമ്പലപ്പുഴ കുഞ്ചൻ സ്മാരക സമിതിയുടെ കുഞ്ചനമ്പിയ പുരസ്കാരം നേടിയ പാല KR മണിയെ ചടങ്ങിൽ ആദരിച്ചു. കേരള സർക്കാർ ഭാഷാ നിർദ്ദേശക സമിതി അംഗം ചാക്കോസി പരിയത്ത്, സാഹിത്യകാരി D ശ്രീദേവി, മലപ്പുറം ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പ്രൊഫസർ KK ബാലചന്ദ്രൻ, രവി പുലിയന്നൂർ, G ബാബുരാജ്, ഐഷ ജഗദീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു.